കൊച്ചി ഇരുമ്പനം IOC പ്ലാന്റിലെ ടാങ്കർ ലോറി സമരം തുടരുന്നു. മന്ത്രിതല തീരുമാനങ്ങൾക്ക് വിരുദ്ധമായി ടെൻഡർ നടപടികളുമായി മുന്നോട്ടു പോകുന്ന മാനേജ്മെന്റിന്റെ നിലപാടിൽ പ്രതിഷേധിച്ചാണ് ടാങ്കർ ലോറി ഉടമകളും തൊഴിലാളികളും പണിമുടക്കുന്നത്. പണിമുടക്കിനെ തുടർന്ന് സംസ്ഥാനത്തെ 11 ജില്ലകളിലേക്കുള്ള ഇന്ധന നീക്കം നിലച്ചു. അതേസമയം IOC ഡീലർമാർക്ക് അനുഭാവം പ്രകടിപ്പിച്ച് HP BPCL പമ്പുടമകൾ നാളെ മുതൽ ഇന്ധനം വാങ്ങുന്നത് നിർത്തിവെക്കുമെന്ന് സംഘടനാ നേതാക്കൾ അറിയിച്ചു. ടെൻഡർ നടപടികളിലെ അപാകത പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട ടാങ്കർ തൊഴിലാളി യൂണിയനുകളുടെ കോർഡിനേഷൻ കമ്മിറ്റി കഴിഞ്ഞ മാസം സമരം ചെയ്തിരുന്നു. മന്ത്രിതല മധ്യസ്ഥ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ ഡിസംബർ 3 വരെ തൽസ്ഥിതി തുടരാനാണ് അന്ന് തീരുമാനിച്ചത്. എന്നാൽ ഈ തീരുമാനത്തിന് വിരുദ്ധമായി കമ്പനി മാനേജ്മെന്റ് ടെൻഡർ നടപടികളുമായി മുന്നോട്ടു പോവുകയായിരുന്നു. ഡീലർമാരുടെ ഉടമസ്ഥതയിലുള്ള 40ഓളം ടാങ്കറുകളാണ് ഇരുമ്പനം പ്ലാന്റിൽ നിന്ന് ലോഡുമായി പോയത്. ഇതിൽ പ്രതിഷേധിച്ചാണ് കരാർ ടാങ്കർ ലോറി ഉടമകളും തൊഴിലാളികളും സമരം തുടങ്ങിയത്. ടാങ്കർ ലോറികളുടെ സമരത്തെ തുടർന്ന് സംസ്ഥാനത്തെ 11 ജില്ലകളിലേക്കുള്ള ഇന്ധന വിതരണം തടസ്സപ്പെട്ടു. ഇന്ധനം ലഭിക്കാത്തതിനാൽ പമ്പുകൾ അടച്ചിടേണ്ട സാഹചര്യമാണെന്ന് AKPT പ്രസിഡന്റ് തോമസ് വൈദ്യൻ പറഞ്ഞു. 3 ഓയിൽ കമ്പനികളുടെ ഡീലർമാരുടെ സംഘടന എന്നുള്ള നിലയ്ക്ക് AKPT പ്രഖ്യാപിക്കുന്നു. IOCയുടെ ഡീലർമാർക്ക് അനുഭാവം പ്രകടിപ്പിച്ചുകൊണ്ട് ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷൻ്റെ ഡീലർമാരും ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ്റെ ഡീലർമാരും ടെർമിനലിൽ നിന്ന് ഇന്ധനം വാങ്ങുന്നതല്ല. 900 പമ്പുകളാണ് IOCക്കുള്ളത്. സംസ്ഥാനത്തെ മൊത്തം പമ്പുകളിൽ 50% IOCയുടെയാണ്. അതിനാൽ സമരം അവസാനിച്ചില്ലെങ്കിൽ പെട്രോൾ ഡീസൽ ക്ഷാമം രൂക്ഷമാകും. ന്യൂസ് ബ്യൂറോ, കൊച്ചി. സംസ്ഥാനം കടുത്ത വരൾച്ചയാണ് നേരിടാൻ പോകുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. വരൾച്ചയെ നേരിടാനായി കാലാവസ്ഥാ വ്യതിയാന കർമ്മ പദ്ധതി കാര്യക്ഷമമാക്കും. ഇതിനായി കാലാവസ്ഥാ വ്യതിയാന വകുപ്പിന്റെ പ്രവർത്തനം ഊർജിതമാക്കുമെന്നും മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് പറഞ്ഞു. കാലാവസ്ഥാ വ്യതിയാനം കേരളത്തിൽ എന്ന സെമിനാറിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസ്ഥാനത്തിന്റെ ആശങ്ക പങ്കുവച്ചത്. കേരളം കടുത്ത വരൾച്ചയെയാണ് നേരിടാൻ പോകുന്നത്. മനുഷ്യൻ നടത്തിയ കയ്യേറ്റങ്ങളാണ് ഈ ദുരന്തത്തിനിടയാക്കുന്നതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ഈ സാഹചര്യത്തിൽ വരൾച്ചയെ നേരിടാനായി കാലാവസ്ഥാ വ്യതിയാന കർമ്മ പദ്ധതി കാര്യക്ഷമമാക്കുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. സംസ്ഥാന കാലാവസ്ഥാ വ്യതിയാന കർമ്മ പദ്ധതി കൂടുതൽ കാര്യക്ഷമമാക്കാനാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്. കാലാവസ്ഥാ വ്യതിയാന പഠന കേന്ദ്രത്തിന്റെ പ്രവർത്തനം ഈ ഒരു സാഹചര്യത്തിൽ കൂടുതൽ മെച്ചപ്പെട്ട രീതിയിൽ നടത്താൻ നമുക്ക് കഴിയേണ്ടതായിട്ടുണ്ട്. അതിന് നെൽവയലുകൾ, തണ്ണീർത്തടങ്ങൾ എല്ലാം സംരക്ഷിക്കുന്നതിന് നേരത്തെ ഉണ്ടായിരുന്ന വീഴ്ച തിരുത്തി ആവശ്യമായ പദ്ധതികൾ നടപ്പാക്കാൻ ഉദ്ദേശിക്കുക. 100 വർഷത്തിനിടെ കഴിഞ്ഞ ദശകത്തിലാണ് സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ ചൂട് അനുഭവിക്കേണ്ടി വന്നത്. അനവസരത്തിലുള്ള മഴയും ചൂടും കാർഷിക മേഖലയെയും പ്രതികൂലമായി ബാധിച്ചതായി മുഖ്യമന്ത്രി പറഞ്ഞു. മാറിവരുന്ന കാലാവസ്ഥാ വ്യതിയാനം സംസ്ഥാനത്ത് രോഗങ്ങൾ വർദ്ധിക്കാനിടയാക്കിയതായും സെമിനാർ വിലയിരുത്തി. വരാനിരിക്കുന്ന വരൾച്ചയുടെ കാഠിന്യം കുറയ്ക്കാൻ എല്ലാ വീടുകളിലും മഴക്കുഴികൾ വേണമെന്നും നീരുറവകൾ, ജലാശയങ്ങൾ എന്നിവ സംരക്ഷിക്കണമെന്നും മുഖ്യമന്ത്രി സെമിനാറിൽ വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. പാലക്കാട്ടെ ഡാമുകളിൽ ആവശ്യത്തിന് വെള്ളമില്ലാത്ത സാഹചര്യത്തിൽ രണ്ടാം വിള നെൽകൃഷി പ്രോത്സാഹിപ്പിക്കില്ലെന്ന് ജില്ലാ ഭരണകൂടം. ശേഷിക്കുന്ന വെള്ളം കുടിവെള്ളത്തിനായി കരുതിവെക്കാനും നിർദ്ദേശം. ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിൽ ചേർന്ന പദ്ധതി ഉപദേശക സമിതി യോഗത്തിലാണ് തീരുമാനം. വരൾച്ചാ സാഹചര്യം നേരിടുന്ന ജില്ലയിൽ രണ്ടാം വിള കൃഷി സാധ്യത പരിശോധിക്കുന്നതിനാണ് യോഗം ചേർന്നത്. ചിറ്റൂർ പുഴ പദ്ധതി പ്രദേശത്ത് വിളയിറക്കുന്നത് ഫലം ചെയ്യില്ലെന്ന് യോഗം വിലയിരുത്തി. ഡാമുകളിലെ ജലനിരപ്പ് പരിതാപകരമാണ്. രണ്ടാം വിളയിൽ ജില്ലയിൽ 50,000 ഹെക്ടർ സ്ഥലത്താണ് നെൽകൃഷി ഇറക്കാനുള്ളത്. നിലവിലെ സാഹചര്യത്തിൽ 5,000 ഹെക്ടർ സ്ഥലത്തെ കൃഷിക്കുള്ള ജലസേചനം പോലും സാധ്യമാകില്ല. ജില്ലാ കളക്ടർ P. മേരിക്കുട്ടി. നെൽകൃഷിക്ക് വെള്ളം ലഭ്യത വളരെ കൂടുതൽ ആവശ്യമുള്ളത് കൊണ്ട് നമുക്കത് എംബസിസ് ചെയ്ത് അവർ ചെയ്യണമെന്ന് പറയാൻ കഴിയില്ല. അത് നശിച്ചു പോയാൽ തന്നെ അവർക്കത് ബുദ്ധിമുട്ടുണ്ടാകും എന്നുള്ളത് കൊണ്ട് ഇടവിള ഉള്ള കൃഷികൾ ചെയ്യാനാണ് നമ്മളിപ്പോൾ നിർദ്ദേശം കൊടുക്കുക. അതിലും ഏതൊക്കെ കൃഷികളാണ് കൂടുതൽ വെള്ളം ചെലവ് കുറച്ച കേസുകൾ ഏതൊക്കെയാണെന്നുള്ളതിന് കൃത്യമായിട്ടുള്ളൊരു നിർദ്ദേശം കൃഷിക്കാർക്ക് കൊടുക്കും. ജില്ലയിലെ ഏറ്റവും വലിയ ഡാമായ മലമ്പുഴയിൽ ഈ മാസം തുടക്കത്തിലെ കണക്കനുസരിച്ച് 94.70 ദശലക്ഷം ഘനമീറ്റർ വെള്ളമാണുള്ളത്. കഴിഞ്ഞ വർഷം ഇത് 143.58 ദശലക്ഷം ഘനമീറ്ററായിരുന്നു. ചിറ്റൂർ പുഴ പദ്ധതിക്ക് കീഴിലുള്ള വാളയാർ, മീങ്കര, ചുള്ളിയാർ ഡാമുകളിലും ജലനിരപ്പ് വളരെ താഴെയാണ്. ജലചൂഷണം കണ്ണിൽപ്പെട്ടാൽ ശക്തമായ നടപടിയെടുക്കാനും കളക്ടറേറ്റിൽ ചേർന്ന യോഗത്തിൽ തീരുമാനമായി. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. സമൂഹത്തിൽ അന്യം നിന്നു പോകുന്നതും പുതുതലമുറയ്ക്ക് അജ്ഞാതവുമായ ഉപകരണങ്ങളുടെയും വിത്തുകളുടെയും അപൂർവ സ്വകാര്യ ശേഖരത്തിന്റെ ഉടമയാണ് പയ്യന്നൂർ താവം സ്വദേശിയായ KV ഭാസ്കരൻ. പീലിക്കോട് പ്രാദേശിക കാർഷിക ഗവേഷണ കേന്ദ്രത്തിലെ ശതാബ്ദി ആഘോഷത്തിന്റെ ഭാഗമായി നടക്കുന്ന കാർഷിക വിജ്ഞാന പ്രദർശനത്തിൽ ഭാസ്കരന്റെ പഴയകാല ഉപകരണങ്ങളും നാടൻ നെൽവിത്തുകളും ശ്രദ്ധേയമാവുകയാണ്. ജീവിതം തന്നെ പഴയ വസ്തുക്കളുടെ ശേഖരത്തിന് നീക്കിവെച്ചിരിക്കുകയാണ് ഭാസ്കരൻ. സാങ്കേതികവിദ്യയും ശാസ്ത്രവും കൂടുതൽ വികാസം പ്രാപിച്ചതോടെ
കാലത്തിന്റെ കുത്തൊഴുക്കിൽ അന്യം നിന്നു പോകുകയാണ് മനുഷ്യനുപയോഗിച്ചിരുന്ന ഉപകരണങ്ങളിൽ പലതും. പല കാർഷിക വിളകൾ പോലും ഇപ്പോൾ കാണാനില്ല. അത്തരം ഉപകരണങ്ങളും വിളകളും പുതുതലമുറയ്ക്ക് വേണ്ടി സംരക്ഷിക്കുന്നത് ദൗത്യമായി ഏറ്റെടുത്തിരിക്കുകയാണ് കണ്ണൂർ താപം സ്വദേശിയായ KV ഭാസ്കരൻ. ഗൾഫിൽ ജോലി ചെയ്തിരുന്ന കാലത്തും നാട്ടിലെത്തുമ്പോഴെല്ലാം പഴയ വീട്ടുപകരണങ്ങൾ സമാഹരിച്ചിരുന്നു. പലതും വില കൊടുത്തു വാങ്ങി. ഇപ്പോൾ ഇവയുടെ വലിയ ശേഖരം തന്നെ ഭാസ്കരന് സ്വന്തമായുണ്ട്. ഞാൻ 25 വർഷം കഴിഞ്ഞു ഈ ശേഖരണം തുടങ്ങിയിട്ട്. പല വീടുകളൊക്കെ പൊളിക്കുമ്പോൾ അവിടുന്ന് അവർ വലിച്ചെറിയുന്ന ഹോബിയായിട്ട് ശേഖരിച്ചാണ് വീട്ടിൽ കൊണ്ടക്കും. 90-ലൊക്കെ ശേഖരിച്ച സാധനമൊക്കെ എൻ്റെ അടുക്ക ഒരുപാടുണ്ട്. പക്ഷേ ഇന്നാണ് ഇപ്പോൾ അതിന്റെ വില എന്താണെന്ന് മനസ്സിലാകുന്നത്. 500-ലധികം സാധനം കയ്യിലെത്തി എന്ന് പറയുമ്പോൾ തന്നെ ഭയങ്കര അത്ഭുതമാണ് എനിക്ക് തോന്നുന്നത്. സ്പെഷ്യാലിറ്റിയിലെ ഐറ്റങ്ങൾ ഒരു ഗ്രന്ഥപ്പലകയുണ്ട്. അത് ഒറ്റത്തടിയിൽ കൊത്തി ഉണ്ടാക്കിയാണ്. നീർത്ത് കഴിഞ്ഞാൽ 4 പീസായിട്ട് നമുക്ക് കാണാൻ പറ്റും. അത് ആർക്കും ഇതുവരെ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. 100ഓളം ഇനങ്ങളിലുള്ള നെൽവിത്തുകൾ ഭാസ്കരൻ സൂക്ഷിക്കുന്നു. ഇതിൽ പകുതിയും നാടൻ വിത്തുകളാണ്. നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ളതാണ് ശേഖരത്തിലുള്ള ഉപകരണങ്ങളിൽ പലതും. പഴയ ലാൻഡ് ഫോൺ, ടൈപ്പ്റൈറ്റർ, അളവ് തൂക്ക ഉപകരണങ്ങൾ, മൺപാത്രങ്ങൾ, കാർഷികോപകരണങ്ങൾ തുടങ്ങി 500-ലേറെ വിഭവങ്ങളാണ് ഇപ്പോൾ ഭാസ്കരന്റെ സമാഹാരത്തിലുള്ളത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. നവതയുടെ നിറവിലെത്തിയ ഡോക്ടർ M ലീലാവതിക്ക് കുന്നംകുളത്ത് ആദരമൊരുക്കി. കേരള മീഡിയ അക്കാദമിയും തൃശൂർ പ്രസ് ക്ലബ്ബും കുന്നംകുളം നഗരസഭയും ചേർന്ന് ലീലാമൃതം എന്ന പേരിലാണ് ചടങ്ങൊരുക്കിയത്. ലീലാവതിയുടെ നല്ലെഴുത്ത് എന്ന പുസ്തകത്തിന്റെ പ്രകാശനവും ജീവിതകഥയെ ആസ്പദമാക്കിയുള്ള ഡോക്യുമെന്ററിയുടെ സ്വിച്ച് ഓൺ കർമ്മവും ചടങ്ങിൽ നടന്നു. ഭാഷാശാസ്ത്രജ്ഞ, എഴുത്തുകാരി, സാഹിത്യ നിരൂപക, പ്രഭാഷക, അധ്യാപിക തുടങ്ങി ബഹുമുഖങ്ങളിൽ സജീവ സാന്നിധ്യമായ M ലീലാവതിയെ അനുസ്മരിക്കാനാണ് സാഹിത്യ സ്നേഹികൾ ഒത്തുചേർന്നത്. ലീലാമൃതം എന്ന പേരിൽ ടീച്ചർ പഠിച്ച കുന്നംകുളം ഗവൺമെന്റ് മോഡൽ ഗേൾസ് ഹൈസ്കൂളിലാണ് പരിപാടി നടന്നത്. ശിഷ്യനും ലീലാവതിയുടെ സാഹിത്യ നിരൂപണങ്ങൾക്ക് പാത്രമാവുകയും ചെയ്തിട്ടുള്ള സാഹിത്യകാരൻ C രാധാകൃഷ്ണൻ ഗുരുനാഥയെ പൊന്നാടിയണിയിച്ച് പരിപാടിക്ക് തുടക്കം കുറിച്ചു. ഭാരതീയമായ സ്ത്രീത്വത്തിന്റെ ഈടുവെപ്പുകൾ എന്താണ്, പ്രശ്നങ്ങൾ എന്താണ് എന്ന് വളരെ ആഴത്തിൽ പഠിച്ച് ഭാരതസ്ത്രീ എന്ന അതിബൃഹത്തായ ഒരു സ്ത്രീ കഥാകഥന പർവം എഴുതി വെച്ചത് നമുക്ക് ആദ്യമായിട്ട് അവരാണ്. കേരള മീഡിയ അക്കാദമി ചെയർമാൻ RS ബാബുവിന്റെ നേതൃത്വത്തിൽ നടന്ന ചടങ്ങിൽ ലീലാവതി ടീച്ചറുടെ നല്ലെഴുത്ത് എന്ന ഗ്രന്ഥം വിദ്യാഭ്യാസ മന്ത്രി C രവീന്ദ്രനാഥ് തോമസ് ജേക്കബിന് നൽകി പ്രകാശനം ചെയ്തു. ടീച്ചറുടെ ജീവിതകഥയെ ആധാരമാക്കിയുള്ള ഡോക്യുമെന്ററിയുടെ സ്വിച്ച് ഓൺ കർമ്മം കവി പ്രഭാവർമ്മ നിർവഹിച്ചു. ഭാഷാ ശില്പശാലയ്ക്ക് പുറമെ ലീലാവതിയുടെ ജീവിത മുഹൂർത്തങ്ങളുടെ നേർക്കാഴ്ചകളും പുസ്തകങ്ങളുടെ പുറംചട്ടകളും പ്രദർശിപ്പിച്ചു. മലയാളത്തിന്റെ പ്രിയ ഗുരുനാഥയ്ക്ക് നൽകിയ ആദരം സാഹിത്യ സാമൂഹ്യ രംഗങ്ങളുടെ നിരവധി പ്രമുഖരുടെ സാന്നിധ്യത്താൽ ശ്രദ്ധേയമായി. ന്യൂസ് ബ്യൂറോ, തൃശൂർ. വയനാട്ടിലെ കൃഷിനാശത്തിനുള്ള നഷ്ടപരിഹാര തുക 18 കോടി രൂപ ഈ മാസം 24-ന് വിതരണം ചെയ്യുമെന്ന് കൃഷിമന്ത്രി VS സുനിൽകുമാർ. വരൾച്ചാ ബാധിത പ്രദേശങ്ങളിൽ കർഷകർക്ക് എല്ലാ സഹായവും സർക്കാർ ചെയ്യുമെന്നും അദ്ദേഹം പറഞ്ഞു. പൂക്കോട് വെറ്റിനറി കോളേജിൽ ബിരുദദാന ചടങ്ങിനെത്തിയ മന്ത്രി കോളേജിൽ നിന്ന് ഡയറി സയൻസ് കോഴ്സുകൾ നിർത്തുന്നുവെന്ന ആരോപണം അടിസ്ഥാനരഹിതമാണെന്നും മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. പുതിയ സർക്കാർ വന്നതിനു ശേഷം 1 കോടി രൂപയാണ് നഷ്ടപരിഹാരമായി വിതരണം ചെയ്യാനുള്ളത്. 2012 മുതൽ കുടിശ്ശികയായി കിടക്കുന്നത് 72 കോടി രൂപയാണ്. ജില്ലയിൽ 18 കോടി രൂപ ഉടൻ വിതരണം ചെയ്യും. 2012 മുതൽ ഒരു നയ പൈസ കേരളത്തിലെ കൃഷിക്കാർക്ക് കഴിഞ്ഞ ഗവൺമെന്റ് കൊടുത്തിട്ടില്ല. അങ്ങനെ മൊത്തം 72 കോടിയാണ് കൊടുക്കാനുള്ളത്. അങ്ങനെയുള്ള അതിലേക്ക് ഇപ്പോൾ 18 കോടി രൂപ ഈ ജില്ലയിലേക്ക് കൊടുക്കാനുള്ള 18 കോടി രൂപയുടെ സാങ്ഷൻ ആക്കി കഴിഞ്ഞിട്ടാണ് ഞാൻ വന്നത്. 24-ാം തീയതി കൃഷിക്കാർക്ക് വിതരണം ചെയ്യും. വരൾച്ച കണക്കിലെടുത്ത് കൂടുതൽ കർഷകക്ഷേമ പ്രവർത്തനങ്ങൾക്ക് സർക്കാർ മുൻകൈയെടുക്കും. അപ്പോൾ അത് പ്രകാരമുള്ള എല്ലാ മാനദണ്ഡം അനുസരിച്ചുള്ള എല്ലാ സഹായങ്ങളും കൃഷിക്കാർക്ക് ചെയ്യും. വെറ്ററിനറി സർവകലാശാലയിൽ ഡയറി സയൻസ് കോഴ്സുകൾ നിർത്തുന്നുവെന്ന ആരോപണം മന്ത്രി നിഷേധിച്ചു. ഈ വയനാട് ജില്ലയിലെ ഒരു പിന്നോക്ക ജില്ല എന്ന നിലയിൽ ഇവിടെ നടക്കുന്ന ഒരു സ്ഥാപനം, ഒരു കോഴ്സ് ഒരു കാരണവശാലും നിർത്തലാക്കില്ലെന്ന് മാത്രമല്ല പുതിയ കോഴ്സ് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ആലോചന മാത്രമേ നടത്തുള്ളൂ. ഒരു കാരണവശാലും ഇവിടുത്തെ കോഴ്സുകൾ നിർത്തലാക്കാൻ ഉദ്ദേശിക്കുന്നില്ല, നിർത്തലാക്കിയിട്ടില്ല. 1 വർഷത്തിലധികമായി വെറ്ററിനറി സർവകലാശാലയ്ക്ക് വൈസ് ചാൻസലർ ഇതേക്കുറിച്ച് മന്ത്രി സർക്കാർ ഗവൺമെന്റ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹം സെർച്ച് കമ്മിറ്റി രൂപീകരിച്ചു കഴിഞ്ഞാൽ ആ സെർച്ച് കമ്മിറ്റി പുതിയ പാനൽ ഉണ്ടാക്കി ആ പാനലിൽ നിന്നും ഏറ്റവും ആപ്റ്റായിട്ടുള്ള ആളെ VC ആയിട്ട് നിയമിക്കും. കൂടുതൽ പരിപാടികൾക്കായി 24-ന് മന്ത്രി വീണ്ടും ജില്ലയിലെത്തും. ന്യൂസ് ബ്യൂറോ, വയനാട്. വയനാട് ബത്തേരി കാർഷിക വികസന ബാങ്കിൽ ലക്ഷങ്ങളുടെ അഴിമതി നടന്നതായി വിജിലൻസ് റിപ്പോർട്ട്. ബാങ്കിൽ ജോലി നൽകുന്നതിനും സ്ഥിരപ്പെടുത്തുന്നതിനും ലക്ഷങ്ങൾ കോഴ വാങ്ങിയതിന് തെളിവുണ്ടെന്നാണ് പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിലുള്ളത്. കോൺഗ്രസ് നേതൃത്വത്തിലുള്ള ബാങ്ക് ഭരണസമിതിയെ പിരിച്ചുവിടാനും റിപ്പോർട്ടിൽ ശുപാർശയുണ്ട്. കോൺഗ്രസ് നേതൃത്വത്തിലുള്ള ഭരണസമിതി കോടികളുടെ അഴിമതി നടത്തിയെന്ന പരാതികളുടെ അടിസ്ഥാനത്തിലായിരുന്നു അന്വേഷണം. 21 ജീവനക്കാരെ നിയമിച്ചതിലും സ്ഥിരപ്പെടുത്തിയതിലും ബാങ്ക് പ്രസിഡന്റും കോൺഗ്രസ് നേതാവുമായ KK ഗോപിനാഥൻ അഴിമതി നടത്തിയതായും പണം സമ്പാദിച്ചതായും റിപ്പോർട്ടിൽ പറയുന്നു. സഹകരണ സംഘം മുൻ രജിസ്ട്രാർ KG ചന്ദ്രശേഖരൻ അഴിമതിക്ക് കൂട്ടുനിന്നു.
ഇക്കാര്യങ്ങൾ സംബന്ധിച്ച് വിശദമായ അന്വേഷണം വേണമെന്നാണ് വിജിലൻസ് നിലപാട്. അന്വേഷണം അട്ടിമറിക്കാനിടയുള്ളതിനാൽ നിലവിലെ ഭരണസമിതി പിരിച്ചുവിടണമെന്നും ശുപാർശയുണ്ട്. ഈ ഭരണസമിതിക്ക് കീഴിൽ ബാങ്കിന് 4 വർഷത്തിനിടെ 6 കോടി രൂപ നഷ്ടമുണ്ടായതായി സഹകരണ വകുപ്പിന്റെ സ്പെഷ്യൽ ഓഡിറ്റ് റിപ്പോർട്ടിലും കണ്ടെത്തിയിരുന്നു. പ്രമുഖ കോൺഗ്രസ് നേതാവടക്കം അഴിമതിയിൽ കുടുങ്ങിയതോടെ ജില്ലയിൽ ഇത് സംബന്ധിച്ച വിവാദവും മുറുകുകയാണ്. ബാങ്ക് പ്രസിഡന്റായ ഗോപിനാഥനും മുൻ ജയറായിരുന്ന ചന്ദ്രശേഖരനും കൂടി അഴിമതി നടത്തി ഗൂഢാലോചന നടത്തിയെന്നുവരെ വിജിലൻസ് റിപ്പോർട്ട് ഉണ്ടായിരുന്നു. ഉദ്യോഗസ്ഥ തലത്തിൽ ഗോപിനാഥനെയും അവരെയും സംരക്ഷിക്കുന്ന ഒരു നിലപാടാണ് ഉദ്യോഗസ്ഥ തലത്തിൽ സ്വീകരിച്ചു പോകുന്നത്. സഹകരണ വകുപ്പിലെ ഉയർന്ന ഉദ്യോഗസ്ഥന്മാരുടെ പിന്തുണയോടുകൂടി ഇദ്ദേഹം വീണ്ടും തുടരുക. നേരത്തെ KPCC നിയോഗിച്ച അന്വേഷണ സമിതിയടക്കം ബാങ്കിലെ ക്രമക്കേടുകൾ കണ്ടെത്തിയിരുന്നു. ഇതെല്ലാം ശരിവെക്കുന്നതാണ് വിജിലൻസ് ഡിവൈഎസ്പി വിജിലൻസ് ഡയറക്ടർക്ക് നൽകിയ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട്. അനൂപ് കയാർ, വയനാട്. മന്ത്രിയാക്കാനുള്ള തിരക്കുകൾക്കിടയിൽ ഇന്നും മണിയാശാൻ ജനങ്ങൾക്കൊപ്പമായിരുന്നു. ജില്ലയിൽ 10 പരിപാടികളാണ് മണിയാശാൻ ഇന്ന് പങ്കെടുത്തത്. MM മണിയെ നിയുക്ത മന്ത്രിയായി പ്രഖ്യാപിച്ചതോടെ മലയോര ഗ്രാമമായ കുഞ്ചിത്തണ്ണിയിലെ ഗ്രാമവാസികൾക്ക് ആഹ്ലാദം അടക്കാനാകുന്നില്ല. തങ്ങളുടെ മണിയാശാനോട് സന്തോഷം പങ്കുവയ്ക്കാൻ ഇന്നും നിരവധി ആളുകളാണ് മണിയാശാന്റെ വീട്ടിലെത്തിയത്. മന്ത്രിയാകുന്നതിന്റെ യാതൊരു ഭാവഭേദങ്ങളും ആർക്കും മണിയാശാനിൽ കാണാനായില്ല. സാധാരണക്കാരന്റെ വിഷമങ്ങൾ ചോദിച്ചറിഞ്ഞും കേട്ടും എന്നത്തെയും പോലെ മണിയാശാൻ സജീവമായിരുന്നു. ഇടയ്ക്കെത്തിയ മാധ്യമപ്രവർത്തകരോട് തന്റെ ശൈലിയിൽ മാറ്റമില്ലെന്നും വ്യക്തമാക്കി. ഞാൻ വലിയ മഹാപാണ്ഡിത്യമുള്ള ആളൊന്നുമല്ല. പിന്നെ അനുഭവങ്ങളിൽ നിന്നും കാര്യങ്ങൾ എടുക്കുമ്പോൾ അതെങ്ങനെയാണ് എന്താണ് ഇങ്ങനെ ചിന്തിച്ചാണ് പൊതുപ്രവർത്തനം നടത്തി ഇതുവരെ പോയത്. ഞാൻ ഇനി അങ്ങനെ തന്നെ പോകും. ജനങ്ങളിൽ നിന്നും പഠിക്കും. മനസ്സിലായില്ലേ? ജനങ്ങളോട് പറയേണ്ട കാര്യം നമ്മൾ ജനങ്ങളോട് പറയും. അതിൽ നിന്നും കാര്യങ്ങൾ മനസ്സിലാക്കും. തനിക്കെതിരെ വിമർശനം ഉന്നയിച്ചവരോട് മറുപടി നൽകാനും മണിയാശാൻ മറന്നില്ല. ഞാൻ പറഞ്ഞു ആളടുത്തും പൊന്നൊരച്ചും നോക്കണമെന്നാണ് കാരണവന്മാർ പറയുന്നത്. ആളടുത്ത് എന്ന് പറഞ്ഞാൽ ഇടപെട്ട് നോക്കണം. പൊന്ന് ഉരച്ചു നോക്കിയാലല്ലേ മാറ്ററിയാൻ പറ്റൂ. അത് പണ്ട് കാരണവന്മാർ പറഞ്ഞിരിക്കുന്നതൊന്നുമില്ല. ഈ ആളടുത്തും അറിയാൻ മേലെ പൊന്നൊരച്ചു നോക്കുന്ന പോലെ ഒന്നും നോക്കാത്ത കുറേ വിഡ്ഢികൾ എന്തെങ്കിലും എല്ലാം കയറി പോകും. അതിപ്പം നമുക്ക് ആ കാര്യത്തെ പറ്റി പറയാനുള്ളത് തന്നെ അവർ പറയട്ടെ. പിന്നെ അവർ പഠിച്ചതല്ലേ പാടൂ. MLA എന്ന നിലയിൽ ഇന്ന് 10ഓളം പരിപാടികളാണ് മണിയാശാൻ ഉണ്ടായിരുന്നത്. വീട്ടിലെ തിരക്കൊഴിഞ്ഞ് മലനാടിന്റെ മണിയാശാൻ ഇന്നും സജീവമായി ജനങ്ങൾക്കിടയിൽ തന്നെയായിരുന്നു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. പേര് മാറ്റി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഉത്തരവിറക്കി. ശ്രീ അയ്യപ്പസ്വാമി ക്ഷേത്രം എന്ന പേരിലായിരിക്കും ഇനി ശബരിമല ക്ഷേത്രം അറിയപ്പെടുക. ദേവസ്വം ബോർഡിന് ധാരാളം ശാസ്താക്ഷേത്രങ്ങളുണ്ടെങ്കിലും ശ്രീ അയ്യപ്പസ്വാമി ക്ഷേത്രം ഇനി ഒന്നേ ഉണ്ടാവുകയുള്ളൂ എന്നും ദേവസ്വം ബോർഡിന്റെ ഉത്തരവിൽ പറയുന്നുണ്ട്. ശബരിമല ധർമ്മശാസ്താ ക്ഷേത്രം എന്ന പേര് മാറി ശ്രീ അയ്യപ്പസ്വാമി ക്ഷേത്രം എന്ന പേരിലായിരിക്കും ഇനി ശബരിമല ക്ഷേത്രം അറിയപ്പെടുക. ഇത് സംബന്ധിച്ച് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഓർഡറും പുറത്തിറക്കിയിട്ടുണ്ട്. പേരുമാറ്റത്തിനുള്ള കാരണമായി ഐതിഹ്യവും ഉത്തരവിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് വിഗ്രഹം തച്ചുടച്ച് ക്ഷേത്രത്തിന് തീവച്ച സംഭവത്തിന് ശേഷം നടന്ന പുനഃപ്രതിഷ്ഠയിൽ അയ്യപ്പസ്വാമിയെയാണ് പ്രതിഷ്ഠിച്ചതെന്നാണ് ഉത്തരവിൽ പറയുന്നത്. അയ്യപ്പസ്വാമി കുടികൊള്ളുന്ന ലോകത്തെ ഏക സ്ഥലമാണ് ശബരിമല. അതുകൊണ്ടാണ് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും കോടിക്കണക്കിന് ഭക്തർ ഇവിടെ എത്തുന്നതും. ദേവസ്വം ബോർഡിന് ധാരാളം ധർമ്മശാസ്ത്ര ക്ഷേത്രങ്ങളുണ്ടെങ്കിലും അയ്യപ്പസ്വാമി ക്ഷേത്രം ശബരിമലയിൽ മാത്രമായിരിക്കും എന്നും സെക്രട്ടറി പുറത്തിറക്കിയ ഉത്തരവിൽ പറയുന്നുണ്ട്. പതിറ്റാണ്ടുകളുടെ പഴക്കമുണ്ട് ശബരിമലയ്ക്ക് ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രം എന്ന പേരിന്. എന്നാൽ ഇനി മുതൽ ശബരിമല അറിയപ്പെടുക ശ്രീ അയ്യപ്പസ്വാമി ക്ഷേത്രം എന്ന പേരിലായിരിക്കും. സന്നിധാനത്ത് നിന്നും ക്യാമറമാൻ വിനേഷ് നേതാജിക്കൊപ്പം ബിജേഷ് നടുവിൽ. സന്നിധാനത്ത് പാദരക്ഷ ധരിച്ച് കയറിയെന്ന വിവാദത്തിൽ ശബരിമല സ്പെഷ്യൽ ഓഫീസർ നിർവ്യാജം ഖേദം പ്രകടിപ്പിച്ചു. സുരക്ഷയുടെ ഭാഗമായി പെട്ടെന്ന് ഓടിക്കയറിയപ്പോൾ സംഭവിച്ച പിശകാണെന്നാണ് വിശദീകരണം. കഴിഞ്ഞ ദിവസമായിരുന്നു സ്പെഷ്യൽ ഓഫീസറും 2 പോലീസ് ഉദ്യോഗസ്ഥരും സന്നിധാനത്ത് പാദരക്ഷ ധരിച്ച് പ്രവേശിച്ചത്. സന്നിധാനത്ത് പാദരക്ഷകൾ ധരിച്ച് സ്പെഷ്യൽ ഓഫീസറും 2 പോലീസ് ഉദ്യോഗസ്ഥരും കയറിയ വാർത്ത വിവാദമായതിനെ തുടർന്നാണ് സ്പെഷ്യൽ ഓഫീസർ തന്നെ അതിൽ വിശദീകരണവുമായി രംഗത്തെത്തിയത്. കഴിഞ്ഞ ദിവസം സെക്യൂരിറ്റി ചെക്കിങ്ങിന്റെ ഭാഗമായി വളരെ പെട്ടെന്ന് സന്നിധാനത്തേക്ക് കയറിയപ്പോൾ സംഭവിച്ച പിശകാണെന്നും അതിൽ നിർവ്യാജം ഖേദം പ്രകടിപ്പിക്കുന്നതായും സ്പെഷ്യൽ പോലീസ് ഓഫീസർ രമേഷ് കുമാർ പറഞ്ഞു. 2 ദിവസം മുമ്പ് നമ്മൾ സെക്യൂരിറ്റി അറേഞ്ച്മെന്റിന്റെ അവലോകനത്തിനായിട്ട് പെട്ടെന്ന് കയറിയ സമയത്ത് യാദൃച്ഛികമായി ഉണ്ടായ ഒരു പിഴവാണ്. ആ പിഴവ് മൂലം ആർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ ഈ കേസിലെ SO എന്ന നിലയിൽ ഞാൻ നിർവ്യാജം ഖേദം പ്രകടിപ്പിക്കുകയാണ്. കഴിഞ്ഞ ദിവസമായിരുന്നു സ്പെഷ്യൽ പോലീസ് ഓഫീസർ രമേഷ് കുമാറും 2 പോലീസുകാരും പാദരക്ഷകൾ ധരിച്ച സന്നിധാനത്ത് കയറിയത്. ഇത് വിവാദമാവുകയും വലിയ വാർത്തയാവുകയും ചെയ്തിരുന്നു. ന്യൂസ് ബ്യൂറോ, സന്നിധാനം. ശബരിമലയിൽ ആനപ്പുറത്ത് എഴുന്നള്ളിപ്പ് പൂർണ്ണമായും ഒഴിവാക്കി. പകരം സംവിധാനമായ ജീവിത സമർപ്പണം സന്നിധാനത്ത് നടന്നു. ഹൈക്കോടതി ഉത്തരവിനെ തുടർന്നാണ് ആനയെ ഒഴിവാക്കി പകരം സംവിധാനം ഏർപ്പെടുത്തിയത്.
വിഗ്രഹം എഴുന്നള്ളിക്കാനുള്ള ഇരിപ്പിടമാണ് ജീവിത. ആനപ്പുറത്ത് എഴുന്നള്ളത്തിന് പകരം ജീവിതയിലായിരിക്കും മാളികപ്പുറത്തമ്മ ഇനി എഴുന്നള്ളുക. മധ്യ തിരുവിതാംകൂറിലെ ക്ഷേത്രങ്ങളിൽ ജീവിതമെഴുന്നള്ളിപ്പ് ഒരു പതിവുള്ള കാഴ്ചയാണ്. അതേ രീതിയിലാണ് ഇവിടെയും ജീവിതമെഴുന്നള്ളിപ്പ് നടത്താൻ ഉദ്ദേശിക്കുന്നത്. ജീവിതത്തിലേക്ക് ശ്രീകോവിലിൻ്റെ ഉള്ളിൽ നിന്നും ഭഗവതിയുടെ കണ്ണാടി ബിംബത്തിൽ ചൈതന്യത്തെ ആവാഹിച്ച് കൂടിയിരുത്തുന്നു. അതുമായി ഈ എഴുന്നള്ളിപ്പ് ചടങ്ങ് നടത്തി പൂർത്തീകരിക്കാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ വർഷം എഴുന്നള്ളിപ്പിന് കൊണ്ടുവന്ന ആനയുടെ ചവിട്ടേറ്റ തീർത്ഥാടക മരിച്ച സാഹചര്യത്തിൽ ഹൈക്കോടതിയുടെ ഉത്തരവ് പ്രകാരമാണ് ആനയെ ഒഴിവാക്കിയത്. പ്ലാവിലാണ് ജീവിത നിർമ്മിച്ചിരിക്കുന്നത്. ഗോപിനാഥൻ ആചാര്യയും മകൻ സുരേഷ് കുമാറുമാണ് ഇതിന്റെ ശില്പികൾ. തന്ത്രി കണ്ഠര രാജീവര്, മാളികപ്പുറം മേൽശാന്തി മനു നമ്പൂതിരി തുടങ്ങിയവർ മാളികപ്പുറത്തെ ജീവിത സമർപ്പണത്തിൽ പങ്കെടുത്തു. ബിജേഷ് നടുവിൽ സന്നിധാനം. ലഹരി മാഫിയക്കെതിരെ നാടും ജനങ്ങളും ഉണർന്നു പ്രവർത്തിക്കണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ലഹരി ഉപയോഗം തടയാൻ സർക്കാർ നടപ്പാക്കുന്ന വിമുക്തി ലഹരി വർജന മിഷന്റെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. വിമുക്തിയുടെ ഭാഗമായി എല്ലാ ജില്ലകളിലും ഡി അഡിക്ഷൻ സെന്ററുകളിലും ബോധവൽക്കരണ പരിപാടികളും സംഘടിപ്പിക്കും. മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും വ്യാപനം ബോധവൽക്കരണത്തിലൂടെ തടയുക എന്ന ലക്ഷ്യത്തോടെ എക്സൈസ് വകുപ്പിന്റെ നേതൃത്വത്തിലാണ് വിമുക്തി ലഹരി വർജന മിഷൻ നടപ്പാക്കുന്നത്. ദൗത്യത്തിന്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരുവനന്തപുരത്ത് നിർവഹിച്ചു. ലഹരിയിൽ നിന്ന് വിമുക്തമാവുക, ആ പ്രചരണം ശക്തമായി നടത്താനാണ് സർക്കാർ തയ്യാറാകുന്നത്. ഇതിന് എക്സൈസ് വകുപ്പ് ഫലപ്രദമായി നേതൃത്വം കൊടുക്കാനാണ് തയ്യാറായിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായി നല്ല ഇടപെടൽ നമ്മുടെ സമൂഹത്തിലാകെ ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. പുകവലി കുറഞ്ഞത് ബോധവൽക്കരണത്തിലൂടെയാണെന്നും മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി. വിമുക്തിയുടെ ഭാഗമായി എല്ലാ ജില്ലകളിലും ലഹരി വിമോചന കേന്ദ്രങ്ങൾ തുടങ്ങുമെന്നും നിലവിലുള്ള കേന്ദ്രങ്ങൾ ശക്തിപ്പെടുത്തുമെന്നും ചടങ്ങിൽ എക്സൈസ് വകുപ്പ് മന്ത്രി ടി.പി. രാമകൃഷ്ണൻ അറിയിച്ചു. വിമുക്തിയുടെ ലോഗോ പ്രകാശനം ആരോഗ്യവകുപ്പ് മന്ത്രി കെ ശൈലജ നിർവഹിച്ചു. ലഹരി പദാർത്ഥങ്ങൾക്കെതിരെയുള്ള വ്യാപക ബോധവൽക്കരണം, ലഹരിക്കടിമപ്പെട്ടവരുടെ പുനരധിവാസം, നിലവിലുള്ള സർക്കാർ പദ്ധതികളും നിയമങ്ങളും ഫലപ്രദമായി നടപ്പാക്കൽ തുടങ്ങിയവയാണ് വിമുക്തി ലഹരി വർജന മിഷന്റെ പ്രധാന ലക്ഷ്യങ്ങൾ. ക്രിക്കറ്റ് ഇതിഹാസം സച്ചിൻ ടെണ്ടുൽക്കർ മിഷന്റെ ബ്രാൻഡ് അംബാസിഡറാകും. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. കൊട്ടേഷൻ കേസിൽ പ്രതികളായ കോൺഗ്രസ് നേതാക്കളുടെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ കോടതി നാളെ വിധി പറയും. മരട് നഗരസഭ വൈസ് ചെയർമാനായ ആന്റണി ആശാൻ പറമ്പിലിന്റെയും കൗൺസിലർ ജിൻസൺ പീറ്ററിന്റെയും ജാമ്യാപേക്ഷയിലാണ് എറണാകുളം ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി വിധി പറയുന്നത്. INTUC നേതാവിനെ ഗുണ്ടകളെ വിട്ട് തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ച കേസിലെ പ്രതികളായ കോൺഗ്രസ് നേതാക്കളുടെ മുൻകൂർ ജാമ്യാപേക്ഷയിലാണ് കോടതി വിധി പറയുന്നത്. മരട് നഗരസഭ വൈസ് ചെയർമാൻ ആന്റണി ആശാൻ പറമ്പിലിന്റെയും കൗൺസിലർ ജിൻസൺ പീറ്ററിന്റെയും ജാമ്യാപേക്ഷയിൽ കഴിഞ്ഞ ദിവസം വാദം പൂർത്തിയായിരുന്നു. മരട് സ്വദേശിയും കരാറുകാരനുമായ ഷുക്കൂറിനെ 2013 മേയിൽ തട്ടിക്കൊണ്ടുപോയി മർദ്ദിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തുവെന്നാണ് പരാതി. ഷുക്കൂർ ഏറ്റെടുത്ത കരാർ ജോലികൾ ഉപേക്ഷിക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു ഭീഷണിപ്പെടുത്തിയത്. ഇതിന്റെ തുടർച്ചയായി കഴിഞ്ഞ ഓഗസ്റ്റിലും പ്രതികൾ വീട്ടിലെത്തി ഭീഷണിപ്പെടുത്തിയെന്ന് നവംബർ 1 ഷുക്കൂർ പനങ്ങാട് പോലീസ് സ്റ്റേഷൻ നൽകിയ പരാതിയിൽ വ്യക്തമാക്കിയിരുന്നു. ഒളിവിൽ കഴിയുന്ന ആന്റണിക്കും ജിൻസണും വേണ്ടി പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ഇവർ കേരളം വിട്ടതായാണ് സൂചന. തയ്യൽ ജോലിക്കാരനായിരുന്ന ആന്റണി ആശാൻ പറമ്പിൽ കഴിഞ്ഞ 10 വർഷത്തിനിടെ വൻതോതിൽ സ്വത്ത് സമ്പാദിച്ചുവെന്ന ആരോപണവും പോലീസ് അന്വേഷിച്ചു വരികയാണ്. ആന്റണിയെയും ജിൻസണെയും പാർട്ടി സ്ഥാനങ്ങളിൽ നിന്ന് നീക്കം ചെയ്തിട്ടുണ്ടെങ്കിലും നഗരസഭ വൈസ് ചെയർമാൻ, കൗൺസിലർ എന്നീ സ്ഥാനങ്ങളിൽ ഇരുവരും തുടരുന്നുണ്ട്. കേസിൽ ഇവരുടെ കൂട്ടാളികളായ 4 ഗുണ്ടകൾ നേരത്തെ അറസ്റ്റിലായിരുന്നു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. ഹെലികോപ്റ്റർ ദിശ മാറി പറന്നതിനെ തുടർന്ന് വയനാട്ടിൽ 10 വീടുകൾ ഭാഗികമായി തകർന്നു. പുത്തൂർ വയൽ AR ക്യാമ്പിന് സമീപം പരിപാടിയിൽ പങ്കെടുക്കാൻ എയർ മാർഷൽ അമർ പ്രസാദ് വന്നിറങ്ങിയതാണ് നാട്ടുകാർക്ക് പിന്നെയായത്. ഒരു ഹെലികോപ്റ്റർ വന്നുപോയതാണ്, ഒപ്പം പറന്നുപോയതാണ് ഇവിടെയുള്ള മേൽക്കൂരകൾ. ഇതോടൊപ്പം മതിലുകൾ തകർന്നു. പ്രദേശത്തെ നിരവധി വാഴയും കപ്പയുമെല്ലാം നശിച്ചു. ഇന്നലെ പരീക്ഷണ പറക്കലിന് വന്നപ്പോൾ ഈ റൂട്ടിലെല്ലാം വന്നത്. അപ്പോൾ ഇന്ന് ഇതിൽ വന്നിട്ട് ഞങ്ങളുടെ വീടിന് മുകളിൽ ഒരു മിനിറ്റ് 2 മിനിറ്റോളം ലാൻഡ് ചെയ്ത് കറങ്ങി. അത് കാരണം ഈ മതിൽ മറിഞ്ഞു വീണു, ടാങ്ക് പൊട്ടി, ഒരുപാട് നാശനഷ്ടങ്ങളുണ്ടായി.
ഹെലികോപ്റ്റർ കാണാൻ ഗ്രൗണ്ടിൽ ചെന്ന് തിരിച്ചെത്തിയവർ കണ്ടത് ഈ തകർന്നു കിടക്കുന്ന വീടുകളും മറ്റുമാണ്. ഹെലികോപ്റ്റർ കാണാൻ വേണ്ടി കുട്ടികളെല്ലാവരെയും കൊണ്ടുപോയിരുന്നു. തിരിച്ചു വരുമ്പോൾ ആകം കരയാണ്. പ്രദേശത്തെ മൊബൈൽ ടവർ തടസ്സമായി നിന്നതിനാൽ ദിശ മാറി പറക്കേണ്ടി വന്നുവെന്നാണ് പൈലറ്റിന്റെ വിശദീകരണം. റിട്ടയേർഡ് എയർഫോഴ്സ് ജീവനക്കാർ സംഘടിപ്പിച്ച പരിപാടിയിൽ പങ്കെടുക്കുവാനാണ് എയർ മാർഷൽ ജില്ലയിലെത്തിയത്. ഏതായാലും പുത്തൂർ വയൽ എയർ ക്യാമ്പിന് സമീപത്തെ നാശനഷ്ടം നേരിട്ട നാട്ടുകാർ ജില്ലാ കളക്ടർക്ക് പരാതി നൽകിയിരിക്കുകയാണിപ്പോൾ. ന്യൂസ് ബ്യൂറോ, വയനാട്. നോട്ട് മാറാനോ പണം പിൻവലിക്കാനോ 42 കിലോമീറ്റർ സഞ്ചരിക്കേണ്ട ഗതികേടിലാണ് കൊല്ലം അച്ചൻകോവിലിലെ 180ഓളം ആദിവാസി കുടുംബങ്ങളും നാട്ടുകാരും. നോട്ട് ക്ഷാമത്തെ തുടർന്ന് പണി നഷ്ടപ്പെട്ട അച്ചൻകോവിലുകാരുടെ ജീവിതം ഇതോടെ ദുരിതപൂർണമായി. അച്ചൻകോവിൽ സ്വദേശികളായ ആദിവാസി ഉൾപ്പെടെയുള്ളവർക്ക് കൂലിയായി 500 രൂപ നോട്ട് കിട്ടിയാൽ അത് മാറാൻ 45 കിലോമീറ്റർ യാത്ര ചെയ്ത് പുനലൂരിലെത്തണം. അല്ലെങ്കിൽ ചെങ്കോട്ട വഴി ആര്യങ്കാവിലേക്ക് പോകണം. ഇനി പോയാൽ നോട്ട് മാറിക്കിട്ടുന്നത് ലോട്ടറി അടിക്കും പോലെയാണ്. ദാരിദ്ര്യം കൊണ്ട് പൊറുതിമുട്ടി നിൽക്കുന്നവർ ഉള്ള ഒരു ദിവസത്തെ പണി കളഞ്ഞിട്ട് വേണം ജീപ്പിലോ ബസ്സിലോ പുനലൂരിലെത്താൻ. ഇനിയുമുണ്ട് കടമ്പ. ഏത് ബാങ്കിലാണോ അക്കൗണ്ട് അവിടെ മാത്രമേ അവർക്ക് പണം മാറാനും ആവൂ. കടൂട്ടി പോകണം, അല്ലെങ്കിൽ പുനലൂർ പോകണം. അപ്പോൾ അവിടെ പോയി ഒത്തിരി പേര് പോയി നോക്കിയിട്ട് പറഞ്ഞു അതിനകത്ത് പൈസ ആയിട്ടില്ല, വന്നിട്ടില്ല എന്നുള്ളതൊക്കെ പറഞ്ഞു. അങ്ങനെ ഇപ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ടായി ഇരിക്കുക അതേക്കുറിച്ച്. ഇവിടെ ഇപ്പോൾ ഒരു 500 രൂപ എൻ്റെ കയ്യിൽ പഴയ നോട്ടുകളുണ്ടെങ്കിൽ ഈ അച്ചൻകോവിൽ പ്രദേശത്ത് മാറാൻ പറ്റില്ല. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ 500 കൊണ്ട് വണ്ടിക്കൂലി മുടക്കി ഞാൻ നേരെ പുനലൂർ 45 കിലോമീറ്റർ സഞ്ചരിച്ച് പുനലൂർ പോയെങ്കിൽ ഒരു പക്ഷേ ചിലപ്പോൾ വന്ന് ക്യൂവിൽ നിന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെ നിന്നെങ്കിൽ മാത്രമേ ഈ 500 രൂപ മാറിക്കിട്ടാൻ സാധിക്കുകയുള്ളൂ. അച്ചൻകോവിൽ ആദിവാസി കോളനിയിലെ ചന്ദ്രൻകുട്ടി വസന്ത ദമ്പതികൾക്ക് കള്ളനോട്ടിനെ കുറിച്ചോ കള്ളപ്പണത്തെക്കുറിച്ചോ ഒന്നും അറിയില്ല. എന്തായാലും നോട്ട് പ്രതിസന്ധി ഇവരുടെ ജീവിതത്തെയും പ്രതികൂലമായി ബാധിച്ചു. കള്ളപ്പണം പറഞ്ഞ് കേട്ടിട്ടേ ഉള്ളൂ, നമുക്കത് അറിയത്തില്ലല്ലോ. അതുകൊണ്ട് നമുക്കറിയത്തില്ല അതൊന്നും. 2000 ചില്ലറ മാറാൻ പറ്റത്തില്ല. 500 രൂപ ആശുപത്രി കൊണ്ടുപോയാൽ അത് അവരെടുക്കത്തില്ല. നോട്ട് മാറാനായി അച്ചൻകോവിലിലെ ആകെ ആശ്രയം പോസ്റ്റ് ഓഫീസാണ്. ഇവിടെ സേവിങ്സ് അക്കൗണ്ട് ഉള്ളവർക്ക് മാത്രം 2000 രൂപ പ്രതിദിനം നൽകും. മറ്റുള്ളവരുടെ കാര്യം അധോഗതി. ന്യൂസ് ബ്യൂറോ, കൊല്ലം. കണ്ണൂരിൽ അക്രമകാരികൾക്കെതിരെ മുഖം നോക്കാതെ നടപടിയെടുക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ബോംബ് നിർമ്മാണവും ആയുധ ശേഖരണവും തടയാൻ ശക്തമായ നടപടിയെടുക്കുമെന്നും സർവകക്ഷി യോഗത്തിന് ശേഷം മുഖ്യമന്ത്രി പറഞ്ഞു. പ്രതികളെ മോചിപ്പിക്കാൻ സമ്മർദ്ദം ചെലുത്തുന്നത് അവസാനിപ്പിക്കാനും പ്രാദേശിക പ്രശ്നങ്ങൾ പ്രാദേശികമായി തന്നെ പരിഹരിക്കാനും സർവകക്ഷി യോഗത്തിൽ ധാരണയായി. കണ്ണൂരിൽ അക്രമങ്ങൾ അവസാനിപ്പിച്ച് ശാശ്വതമായ സമാധാനം പുനഃസ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ സർവകക്ഷി യോഗം ചേർന്നത്. അക്രമകാരികൾക്കെതിരെ മുഖം നോക്കാതെ നടപടിയെടുക്കുമെന്ന് യോഗശേഷം മുഖ്യമന്ത്രി പറഞ്ഞു. പോലീസ് കുറ്റവാളികൾക്കെതിരെ മുഖം നോക്കാതെയുള്ള നടപടി സ്വീകരിക്കുന്നുണ്ട്. അത് കൂടുതൽ ശക്തമാക്കണം. ആയുധ നിർമ്മാണവും ബോംബ് നിർമ്മാണവും കണ്ടെത്താനുള്ള കൂടുതൽ തീവ്രമായ നടപടികൾ പോലീസ് സ്വീകരിക്കും. വീടുകളും പാർട്ടി ഓഫീസുകളും ആക്രമിക്കുന്ന നില ഒരു കാരണവശാലും അംഗീകരിക്കാൻ പാടില്ല എന്ന് എല്ലാ കക്ഷികളും കൂടി തീരുമാനിച്ചിട്ടുണ്ട്. അറസ്റ്റ് ചെയ്ത പ്രതികളെ മോചിപ്പിക്കാനായി രാഷ്ട്രീയ പാർട്ടികൾ സമ്മർദ്ദം ചെലുത്തുന്നത് അവസാനിപ്പിക്കണമെന്നും ആരാധനാലയങ്ങൾ ചിലർ കൈയടക്കി വെക്കുന്ന അവസ്ഥ മാറണമെന്നും യോഗത്തിൽ അഭിപ്രായമുയർന്നു. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ തുടർന്നും ഉഭയകക്ഷി ചർച്ചകൾ നടത്താനും പ്രാദേശിക പ്രശ്നങ്ങൾ പരിഹരിക്കാനായി ചർച്ച നടത്താൻ പ്രാദേശികാടിസ്ഥാനത്തിൽ സംവിധാനമൊരുക്കാനും യോഗത്തിൽ ധാരണയായി. സർവകക്ഷി യോഗത്തിന്റെ തീരുമാനം ഉൾക്കൊള്ളാതെ പ്രവർത്തകർ അക്രമ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടാൽ അവരെ പാർട്ടികൾ തള്ളിപ്പറയാനും സർവകക്ഷി യോഗം തീരുമാനിച്ചു. ഇതോടെ കണ്ണൂരിലെ സംഘർഷാവസ്ഥയ്ക്ക് അവസാനമാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായി മുഖ്യമന്ത്രി പറഞ്ഞു. മന്ത്രിമാരായ കടന്നപ്പള്ളി രാമചന്ദ്രൻ, കെ ശൈലജ, പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല തുടങ്ങിയവരും എല്ലാ രാഷ്ട്രീയ കക്ഷി നേതാക്കളും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുത്തു. ജിതിൻ ചന്ദ്രൻ, തിരുവനന്തപുരം.